ഗുഡ് മോർണിംഗ് മാം. ടീച്ചറെ ക്ലാസ് തുടങ്ങിയായിരുന്നോ? ടീച്ചറെ ഇല്ല ചേച്ചി, സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. Good morning, all. Good morning. Good morning, ma'am. 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 Good morning. Okay. ആരെങ്കിലും പ്രയർ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? പ്രയർ ചെയ്തിട്ടുണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ശരണ്യ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? പ്രയർ, ആക്ഷൻ സോങ്, റോൾ പ്ലേ എന്തെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ചെയ്തിട്ട് വരണം കേട്ടോ. ജോസി ഹേസൽ ചെയ്തിട്ടുണ്ട്. ശരണ്യ മിസ് പ്രയർ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? എങ്ങനെയെങ്കില് ശരണ്യ മിസ്സിന്റെ ക്ലാസ്സിൽ പാടിയ പ്രയർ മതിയോ? ശരണ്യ മിസ്സിന്റെ ക്ലാസ്സിലല്ല, എല്ലാ ക്ലാസ്സിലും നിങ്ങൾ പ്രയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇന്ന ക്ലാസ് ഒന്നുമില്ല, എല്ലാ ക്ലാസ്സിലും എല്ലാ ദിവസവും പ്രയറോട് കൂടിയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ആരെങ്കിലും കഴിയില്ല പ്രിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ അയാൾ പ്രയർ ചെയ്യാം. ഞാൻ ചെയ്യാം മാഡം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Let us pray, let us pray, let us pray to the Lord of all. He loves me, He loves you, He loves the big, He loves the small. Let us pray, let us pray, let us pray to the Lord of all. കഴിഞ്ഞോ? കഴിഞ്ഞു. നന്നായിരുന്നു കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. അതുപോലെ തന്നെ ആക്ഷൻ സോങ് ഉണ്ട്, റോൾ പ്ലേ ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിന്റെ അവസാനം, അതായത് ക്ലാസ് അവസാനിക്കുന്നതിന് 5 minutes അല്ലെ, ആ ഒരു സമയത്ത് ഞാൻ പറയും. അപ്പൊ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2 ഡിസീസിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഏതായിരുന്നു 2 Diphtheria, tetanus. ഓക്കെ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയില്ലേ? 2 രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലിയർ. അപ്പൊ നമ്മള് ഇനി അടുത്തത് പോകുന്നത് ടെറ്റനസിലേക്കാണ് കേട്ടോ. ടെറ്റനസ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്താ രോഗം? ഒരു പേര് അതിനെ പറയപ്പെടും. മാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ടോപ്പിക് അല്ലേ? ടെറ്റനസ് എന്താ? കുതിരസന്നി എന്ന് അറിയപ്പെടുക. കേട്ടിട്ടുണ്ടോ നിങ്ങള് കുതിരസന്നി? ഇല്ല.
ഇല്ല മാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ടെറ്റനസിന്റെ രോഗം, ആ രോഗം എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, എന്താണ് ഇതിന് നൽകുന്നത്, ഡോസേജ് എന്താണ് നൽകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് ഒരു എന്താ പറയാ ബാക്ടീരിയ ആണ് ടെറ്റനസ് എന്ന് പറയുന്ന ഈ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആ ബാക്ടീരിയയുടെ പേരാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഓക്കെ, എളുപ്പമാണ് പഠിക്കാനായിട്ട്. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത്. സാധാരണയായിട്ട് എന്താ പറയുക ഇതിന്റെ ആ ഒരു രോഗാണു എന്ന് പറയുന്നത്. ബാക്ടീരിയയുടെ പേരൊന്നും അറിയോ? ക്ലോസ്ട്രിഡിയം ടെറ്റനി കേട്ടോ. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഹലോ മിസ്സിന്റെ പേരെന്താ? എന്താണ് ബാക്ടീരിയയുടെ പേരല്ലേ? അല്ല, മിസ്സിന്റെ പേരെന്താ? എന്റെ പേര് അശ്വതി. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്നാണ് ബാക്ടീരിയയുടെ പേര്. ഇത് മണ്ണിൽ ഉണ്ടാകുന്ന ഒരു രോഗാണു ആണ് കേട്ടോ. മണ്ണിലാണ് കൂടുതലായിട്ട് ഈ രോഗാണു കാണപ്പെടുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ രോഗം പകരാനുള്ള സാധ്യത കൂടുതൽ എന്താണ് മണ്ണുമായിട്ട് ഇടപഴകുന്നവർക്കാണ്. മീൻസ് ഇപ്പോ ഈ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർ മണ്ണിലൊക്കെ കളിക്കുമല്ലോ. അങ്ങനെ കളിക്കുമ്പോൾ അവരുടെ എന്താ പറയാ കയ്യിലോ കാലിലോ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ മുറിവിലൂടെ എന്ത് ചെയ്യും, ഈ ഒരു രോഗാണു നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. അത് മാത്രമല്ല, നായകൾ ഉണ്ടല്ലോ, ഡോഗ്സ് ഒക്കെ ഉണ്ട്, അതുപോലെ ക്യാറ്റ്സ്, പൂച്ചകളും പട്ടികളും ഒക്കെ എന്താണ് മണ്ണിൽ ഒന്നും കൂടി ചെയ്യാൻ പറ്റുമോ? അതായത് മണ്ണിൽ ഉണ്ടാകുന്ന രോഗാണുവാണത് ഈ ഒരു ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ. ഓക്കെ, ക്ലിയർ ആവണില്ല കേട്ടാ ബാക്ടീരിയയുടെ പേര് പറയുന്നത്. ക്ലോസ്ട്രിഡിയം വോളിയം കുറവായിട്ടാ മാഡം കേക്കണേ. മാം ഇത് PDF ഉള്ളതാണോ? എന്നാ ഇല്ല, PDF പറഞ്ഞിട്ടില്ല ഇതിനെ കുറിച്ച്. ജസ്റ്റ് ആ ഒരു രോഗത്തിന്റെയും ഒരു വാക്സിന്റെയും കാര്യം മാത്രമേ PDF പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞുതരുമോ? എന്താ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരുമോ? CLOSC ക്ലോസ്, CLOSC ക്ലോസ്, ട്രിഡിയം, TRIDIUM, ട്രിഡിയം, ടെറ്റനി, TETTANNI. ഓക്കെ, ക്ലിയർ ആയില്ല CLOSC ക്ലോസ്, ട്രിഡിയം, TRIDUUM, ട്രിഡിയം, ടെറ്റനി, TETTANI. ഓക്കെ, ഇതെന്താണ്? ഇതൊരു ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയ ആണ് ടെറ്റനി എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ശ്രദ്ധിച്ചിരുന്നാല് ക്ലാസ് മനസ്സിലാകും. ഇടയ്ക്ക് ലീവായിട്ട് പോകരുത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, ചെളിയിലൊക്കെ കളിക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവര് മണ്ണുമായിട്ട് കൂടുതൽ എന്ത് ചെയ്യും, ഇടപെടും അല്ലെ. മണ്ണിലൊക്കെ കളിക്കുന്ന പിള്ളേരില്ലേ, അവരെന്ത് ചെയ്യും, ഇങ്ങനെ കളിക്കുമ്പോൾ ഈ ഒരു രോഗമാണ്. ഇപ്പൊ അവരുടെ അവർക്ക് എന്താ പറയാ കയ്യിലോ കാലിലോ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ മുറിവിലൂടെ ഈ ഒരു രോഗാണു കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കും. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാകുന്നത്, ഈ ഒരു രോഗം പിടിപെടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എന്ത് രോഗത്തിന്റെ പേര് മെൻഷൻ ചെയ്തില്ല. ടെറ്റനസ് എന്നാണ് കേട്ടോ രോഗത്തിന്റെ പേര്. ഓക്കെ, ഇനി നമ്മുടെ വീട്ടില് പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നമ്മുടെ തെരുവിലും ഉണ്ട്, അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്നതാണ് പട്ടിയും പൂച്ചയൊക്കെ. അപ്പോ അവരെന്താണ്, ഇവരെ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഈ പട്ടിയുടെയും പൂച്ചയുടെയും നഖത്തിന്റെ ഇടയിലായിട്ട്, ഓക്കെ, മണ്ണിൽ അവര് എന്താ പറയാ നമ്മൾ ഇറക്കുമല്ലോ, കൂട്ടിന്നൊക്കെ പുറത്തിറക്കുമല്ലോ. അങ്ങനെ ഇറക്കുമ്പോൾ അവരുടെ നഖം, ഈ പട്ടിയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്, കാലിന്റെ നഖം വെച്ചിട്ട് ഇങ്ങനെ തുരയുന്നത് പോലെയൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഈ പട്ടിയുടെയൊക്കെ നഖത്തിന്റെ ഇടയിലായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു രോഗാണു പറ്റി പിടിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഈ മൃഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ഈ ഒരു രോഗാണു കാണപ്പെടുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു ഇതുമൂലം. അപ്പൊ നമ്മൾക്കിപ്പോ പട്ടിയുടെ കയ്യിൽ നിന്നോ പൂച്ചയുടെ കയ്യിൽ നിന്നോ ഒരു മാന്തോ അല്ലെങ്കിൽ ഒരു കടിയോ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ വേഗം പോയി TT എടുക്കുന്നത് ഇത് കൊണ്ടാണ്. ഓക്കെ, ഈ രോഗാണു അവരുടെ ശരീരത്തിലുണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ TT എടുക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നത്. ഇത്ര വരെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മാംസപേശികള് വലിഞ്ഞു മുറുകി ചലിക്കാൻ പറ്റാതെ വരാം. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മസിൽസ് എന്ത് ചെയ്യും? ടൈറ്റ് ആകും. ഓക്കെ, ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ്മെന്റ് ഉണ്ടാവില്ല അല്ലെ? നമ്മുടെ മസിൽസ് എന്താ പറയാ, ശരിയായ രീതിയിൽ ചലിക്കുന്നില്ലെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അത് കഴിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ നടക്കുന്നതും അതുപോലെ തന്നെ ഇരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇത് ടൈറ്റ് ആവുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ മാംസപേശികൾ വലിഞ്ഞു മുറുകി ചലിക്കാൻ പറ്റാതെ വരാം. അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരാം. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഈ രോഗത്തിന് ഉള്ള പ്രധാന സിംറ്റംസിൽ ഒന്നാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്, ലക്ഷണമാണ്, സിംറ്റമാണ് മുഖത്തെ, നമ്മുടെ വായില് ഈ ഒരു ഭാഗത്തെ മാംസപേശികൾ ഉണ്ടല്ലോ, നമ്മുടെ മുഖത്തെ ഫേസിൽ എന്തുണ്ട്? മസിൽസ് ഉണ്ട് അല്ലെ, ധാരാളം. ഈ മസിൽസ് ഒക്കെ എന്ത് ചെയ്യും? വലിഞ്ഞു മുറുകി ടൈറ്റ് ആയിട്ട് ഇരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ രോഗത്തെ ലോക്ക് ജോ എന്ന് പറയുന്നത്. നിങ്ങളുടെ PDF-ൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെറ്റനസ് എന്ന് പറയുന്ന ബ്രാക്കറ്റില് ലോക്ക് ജോ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് പറയാനായിട്ട് കാരണം ഈ മുഖത്തെ അല്ലെങ്കിൽ വായിലെ മാംസപേശികള് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ആ രോഗത്തിന് അങ്ങനെ ഒരു പേര് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ശ്വാസകോശം ടൈറ്റ് ആവും, ലങ്സ് ടൈറ്റ് ആയിട്ട് കാണപ്പെടും. ഓക്കെ, ഇതാണ് ഇത് പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്കൊരു മുറിവ് പറ്റുകയാണെങ്കിൽ അതായത് ആഴത്തിലുള്ള മുറിവാണ് നമുക്ക് പറ്റുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10 വർഷം കൂടുമ്പോൾ TT വാക്സിൻ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഗർഭിണികളില് ടെറ്റനസിനുള്ള വാക്സിൻ അഥവാ TT വാക്സിൻ എടുക്കുന്നത് 2 പ്രാവശ്യമാണ്. ഓക്കെ, അതായത് ഗർഭാവസ്ഥയിലെ ആ ഒരു ഫസ്റ്റ് ട്രിമിസ്റ്റർ സ്റ്റേജില് ആദ്യത്തെ 3 മാസങ്ങളില് ഇടവിൽ ആണ് എന്തെടുക്കുന്നത്? ഗർഭിണികളില് ഈ ഒരു വാക്സിൻ എടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു വാക്സിൻ ഗർഭിണികളിൽ എടുക്കുന്നത്? ആർക്കെങ്കിലും അത് പറയാമോ? എന്തിനു വേണ്ടിയിട്ടാണ് ഗർഭിണികളിൽ പ്രസവ സമയത്ത് എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മതിന്ന് ടെറ്റനസ് വരാതിരിക്കാനാണ്. നവജാത ശിശുക്കൾ, അതായത് അവർക്ക് ജനിക്കുന്ന ന്യൂബോൺ ബേബീസിന് ടെറ്റനസ് എന്ന് പറയുന്ന രോഗം വരാതിരിക്കാനാണ് എന്തെടുക്കുന്നത്? ഈ ഒരു വാക്സിൻ എടുക്കും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് ടെറ്റനസ് എന്ന് പറയുന്ന ആ ഒരു രോഗത്തെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഡിഫ്തീരിയക്കും പെർട്ടൂസിസിനും ടെറ്റനസിനും എതിരായിട്ടുള്ള വാക്സിൻ ആണ് DTP വാക്സിൻ. അത് കൃത്യമായിട്ട് പറഞ്ഞു. എത്ര വീക്സിലായിട്ടാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു. പ്രൈമറി ഡോസ് ഉണ്ട്, അതുപോലെ തന്നെ ബൂസ്റ്റർ ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് കൊടുക്കുന്നത്? ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞു. മേഘ പ്രകാശ്. മേഘ പ്രകാശ് ഉണ്ടോ? ആരാ പറയാ? അശ്വതി ബാബു. അശ്വതി ബാബു എന്ന് പറയാമോ? എത്ര വീക്സ്? 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച പ്രൈമറി ഡോസ്. പ്രൈമറി ഡോസ് 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച. ഈ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിൻ, അതായത് DTP വാക്സിൻ പ്രൈമറി ഡോസ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, അതിനുശേഷം 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്ക്, പിന്നെ 4 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്ക്, പിന്നെ 14 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്ക് ബൂസ്റ്റർ ഡോസ് കൊടുക്കും. അപ്പൊ ഈ ഡോസേജ് നമ്മൾ കൊടുക്കുന്നതിലൂടെ കൃത്യമായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾക്ക് ഈ രോഗം വരാതിരിക്കാനായിട്ട്, അതായത് 90% എന്ത് ചെയ്യില്ല, ഈ ഒരു രോഗങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പിടിപെടില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ഡോസേജ് കറക്റ്റ് സമയത്താണ് കൊടുക്കുന്നതെങ്കിൽ ഇത് പിടിപെടാനുള്ള സാധ്യത കുറവാണ്. ഇത്രയുമാണ് ഡിഫ്തീരിയയെ കുറിച്ചും പെർട്ടൂസിസിനെ കുറിച്ചും ടെറ്റനസിനെ കുറിച്ചും പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇപ്പൊ 2 ക്ലാസ്സുകളിലൂടെ ക്ലിയർ ആയോ?
മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ. ആഴത്തിലുള്ള മുറിവാണെങ്കിൽ അത് എത്ര വർഷം ഇടവിട്ട വാക്സിൻ എടുക്കുന്നത്? 10 വർഷം കൂടുമ്പോൾ. 10 വർഷം കൂടുമ്പോൾ വാക്സിൻ. ഗർഭാവസ്ഥയിലാണെങ്കിലോ? ഗർഭാവസ്ഥയിലാണെങ്കിൽ 2 പ്രാവശ്യം നമുക്ക് എടുക്കും കേട്ടോ. മാരേജ് കഴിഞ്ഞതാണോ ജോസി കേസ്? അതെ അതെ അതെ. കുഞ്ഞുങ്ങളുണ്ടോ? 2 പേരുണ്ട്. അപ്പോ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ആ ഒരു ഫസ്റ്റ് സ്റ്റേജില് അല്ലെങ്കിൽ ആ ഒരു 1-2 മാസത്തില് ടീച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിനെതിരായിട്ടാണ് 2 എടുത്തിരിക്കുന്നത്. 2 മാസം 2 മാസത്തിൽ 1-2 മാസം അങ്ങനെ 2 പ്രാവശ്യമായിട്ട് എടുക്കും. ഓക്കെ എന്നാണ് പറയുന്നത്. നവജാത ന്യൂ ബോൺ ബേബീസിന് ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാക്സിൻ എടുക്കുന്നത് കേട്ടോ. ഓക്കെ മാം. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ പോളിയോ മൈലറ്റിസ് ആണ് കേട്ടോ. ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം. ഞാൻ PDF എടുത്ത് കാണിക്കാം. പോളിയോ മൈലറ്റിസ് ഒന്ന് വായിക്കാം കേട്ടോ. എല്ലാവരും ജസ്റ്റ് മൈൻഡിലൊന്ന് കാംഫുൾ ആയിട്ട് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം. വായിച്ചോ? ഓക്കെ. രേഷ്മ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് പോളിയോ മൈലറ്റിസ്, അവിടെ പറയുന്നത് എന്താ? എന്താ മനസ്സിലായ കാര്യം? മാം അത് DPTയുടെ ബൂസ്റ്റർ ഡോസ് ആയിട്ടാണ് പറയുന്നത്. അത് ഫസ്റ്റ് ബൂസ്റ്റർ ഡോസ് വന്നിട്ട് 1.5 ഇയേഴ്സിലും സെക്കൻഡ് വന്നിട്ട് 4.5 ഇയേഴ്സിലാണ് കൊടുക്കാന്ന് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. പോളിയോ എന്താണ് ഈ പോളിയോ മൈലറ്റിസിനെ കൂടുതൽ അറിവുകളുണ്ടോ? അളവുകളെ പറ്റി എനിക്കാണ് അറിയില്ല കേട്ടോ. അറിയില്ല അല്ലേ? ഓക്കെ. ഓക്കെ. ഇപ്പൊ പോളിയോ അസുഖം എന്ന് പറഞ്ഞാല് നമ്മുടെ മുതിർന്ന ആളുകൾ പറയുന്നതാണ് അതിനെ പിള്ളവാതം എന്നാ പറയാ. ഓക്കെ. പോളിയോ അസുഖത്തിന് പറയുന്ന പേരാണ്, ഈ പോളിയോ മൈലറ്റിസിന് പറയുന്ന പേരാണ് പിള്ളവാതം. ഇതൊരു വൈറസ് അണുബാധയാണ് കേട്ടോ. എൻട്രോ വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഓക്കെ. എൻട്രോ വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണ് ഈ ഒരു പോളിയോ രോഗം ഉണ്ടാക്കുന്നത്. ഇതിന് ചികിത്സയില്ല. വൈറസിന്റെ പേരൊന്ന് പറയോ? എൻട്രോ വൈറസ്. എൻട്രോ എന്നാ പറയാ. ഓക്കെ. ENDRO എൻട്രോ വൈറസ്. നമ്മള് മറ്റ് രോഗങ്ങളൊക്കെ നോക്കുമ്പോൾ എന്താണ്, അതിന് ചികിത്സയുണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഈ ഒരു രോഗത്തിന് നമുക്ക് ചികിത്സ പറയുന്നില്ല. ഓക്കെ. ഇതൊരു എന്താ പറയാ സാംക്രമിക രോഗമാണ്. ഇത് സ്പ്രെഡ് ആകും. ഒരാളിൽ വന്നു കഴിഞ്ഞാല് അയാളുടെ എന്താ പറയാ അയാള് ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയാ ഭക്ഷണത്തില്, അതായത് എന്താ പറയാ ഇപ്പൊ ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ഈ ഒരു പോളിയോ വന്നു കഴിഞ്ഞ ആൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ അയാൾ ഉപയോഗിച്ച എന്തെങ്കിലും വസ്തുക്കളോ മറ്റൊരാള് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രോഗം എന്ത് ചെയ്യും, സ്പ്രെഡ് ആകും. ഓക്കെ. അതുപോലെ തന്നെ വെള്ളത്തിലൂടെയും പിന്നെ വാട്ടറിലൂടെയും സ്റ്റൂളിലൂടെയും, മല ഉണ്ടല്ലോ അതിലൂടെയും ഇത് സ്പ്രെഡ് ആകുമെന്നാണ് എന്താ പറയാ ശാസ്ത്രജ്ഞന്മാര് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. നാഡീവ്യൂഹം ഉണ്ടല്ലോ നമ്മുടെ നെർവസ് സിസ്റ്റത്തെയാണ് ഈ രോഗം ബാധിക്കുന്നത്. നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചലനശേഷിയെ അഫക്ട് ചെയ്യാം. നമ്മുടെ ബോഡിയിലുള്ള ചലനശേഷിയെ എന്ത് ചെയ്യാം, അഫക്ട് ചെയ്യാം. അതുകൊണ്ടാണ് പോളിയോ ബാധിച്ച ആളുകള് മിക്കവരും വികലാംഗരായിട്ട് നമുക്ക്
കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ കാണുവാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ കൈക്ക് ചലനശേഷി ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാലിന് ചലനശേഷി ഉണ്ടാവില്ല. അങ്ങനെ കാണുവാണെങ്കിൽ അയാൾ പറയും എനിക്ക് എന്താണ്, നമ്മൾ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു എനിക്ക് ചെറുപ്പത്തിൽ പോളിയോ വന്നതാണെന്ന് അയാൾ പറയും. ഓക്കെ, അപ്പോ ഈ ഒരു രോഗം നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നത് കൊണ്ടാണ് ചലനശേഷിയെ പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യാം, ഈ രോഗം ബാധിച്ചേക്കാം. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് 1.5 വയസ്സല്ലേ, 1.5 ഇയേഴ്സിലും അതുപോലെ തന്നെ 4.5 ഇയേഴ്സിലും ബൂസ്റ്ററിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പോളിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പോളിയോ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പോളിയോ ഡ്രോപ്സ് നമ്മൾ കുട്ടികളിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഈ പോളിയോ ഡ്രോപ്സ് അല്ലെങ്കിൽ എന്താണ് പോളിയോ ഇതെന്ന് പറയുമ്പോ ഇത് പവർ ഇല്ലാത്ത, അതായത് നിങ്ങൾക്ക് അറിയാമോ എങ്ങനെയാണ് ഒരു വാക്സിൻ അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ? എന്താണ് ആ മരുന്ന് ആ വായിൽ ഒഴിച്ച് കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിർജീവമാക്കപ്പെട്ട വൈറസ് ആണ് നമ്മൾ കൊടുക്കുന്ന വാക്സിൻ. പറഞ്ഞാൽ ശരിയാണ്. നിർജീവമാക്കപ്പെട്ട വൈറസിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് കുഞ്ഞുങ്ങൾക്ക് വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾക്കറിയാം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാക്സിൻ ഒക്കെ എടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മുടെ വീട്ടിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാല് എന്താണ് കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ ഉണ്ടാവും. ഓക്കെ, സാധാരണ കണ്ടുവരാറുള്ളതാണ്. ഇതെന്തുകൊണ്ടാ പനിയൊക്കെ ഉണ്ടാവുന്നത്? അശ്ന ഒന്ന് പറയാമോ? അപ്പോൾ ആ വൈറസിനെതിരെയുള്ള ആന്റിബോഡി നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് ഫീവർ എല്ലാം വരുന്നത്. അതായത് നമ്മള് എന്താണ് നിർജീവമാക്കപ്പെട്ട ഈ ഒരു ഇതാണ് എന്ത് കൊടുക്കുന്നത്, നമുക്ക് വായുവിലൂടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് ഉള്ളിലേക്ക് ചെന്നിട്ട് ആന്റിബോഡി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആന്റിബോഡികൾ ഉണ്ടാക്കും. അതായത് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും എന്താ പറയാ രോഗമാണ് നമ്മുടെ ശരീരത്തില് കടക്കുമ്പോൾ അതിനെ പൊരുതാൻ വേണ്ടിയിട്ട് എന്താണ് അതിനോട് പോരാടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളില് എന്ത് ചെയ്യും, ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാക്സിൻസ് കുത്തിവെക്കുന്നത്. അപ്പോ ഈ ആന്റിബോഡികള് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു അതിന്റെ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് പുറത്ത് പനി കാണാനായിട്ട് സാധിക്കുന്നത്. അമ്മമാർക്കൊക്കെ ചിലർക്ക് പേടിയായിരിക്കും അല്ലെ, വാക്സിൻസ് കൊടുത്തു കഴിഞ്ഞ് വൈകുന്നേരം ആയാൽ കുഞ്ഞ് പനിച്ചാലൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പൊ ഹെൽത്തിലെ ആളുകളൊക്കെ വിളിച്ചു ചോദിക്കും കുഞ്ഞിന് പനിയുണ്ട്, അപ്പൊ അവര് പറയും സാരമില്ല അത് പനിച്ചു പോണം എന്നാണ് പറയുന്നത് കേട്ടോ. പനി ഉണ്ടാവണം, പനി ഉണ്ടായാലാണ് ആന്റിബോഡി ശരിയായ ക്രമത്തില് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പോ ഇനി കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാക്സിൻ എടുത്തു കഴിഞ്ഞ് പനി ഉണ്ടാകുമ്പോൾ ഫീവർ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുഞ്ഞിന്റെ ബോഡിയിൽ ആന്റിബോഡി ക്രിയേറ്റ് ചെയ്തു എന്നാണ് അതിനർത്ഥം. ഇതിനെതിരായിട്ട് ഈ പോളിയോ മൈലൈറ്റിസിനെതിരായിട്ടുള്ള ബൂസ്റ്റർ ഡോസ് നമ്മൾ ഇങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങളാണ് പോളിയോയെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ രോഗം വന്നു കഴിഞ്ഞാൽ, രോഗത്തെ കുറിച്ചിട്ട് പറഞ്ഞു, ഈ രോഗം വന്നു കഴിഞ്ഞാല് നമുക്ക് ഇതിന് ചികിത്സയില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ട്രീറ്റ്മെന്റ് ഇല്ല. നമുക്കൊരു സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ് കൊടുക്കാനായിട്ട് സാധിക്കുക. രോഗം ഗുരുതരമായാല് ഈ രോഗി എന്ത് ചെയ്യും, മരിക്കാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 100%, അതായത് ഈ ഒരു വാക്സിൻസ് എല്ലാ കുഞ്ഞുങ്ങൾക്കും കൃത്യമായിട്ട് പോളിയോ വാക്സിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ 100% തുടച്ചു നീക്കാൻ കഴിയുന്ന രോഗമാണിത്, ഈ ഒരു രോഗം എന്ന് പറയുന്നത്. പക്ഷെ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. വന്നു കഴിഞ്ഞാൽ അത് ക്രിട്ടിക്കൽ ആയി കഴിഞ്ഞാല് ഈ ഒരു രോഗം നമുക്ക് ഈ ഒരു ഇത് നമുക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആയി കിടക്കുന്നു കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നെക്സ്റ്റ് വൺ ഈസ് മീസിൽസ് ആണ് കേട്ടോ. മീസിൽസ് ഒന്ന് വായിക്കാം. മീസിൽസ് മൈൻഡിലൊന്ന് റീഡ് ചെയ്യാം.
വായിച്ച് മനസ്സിലാക്കിയ കാര്യം ഒന്ന് പറയാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഞാൻ ഒരാളോട് ചോദിക്കും, അയാൾ പറയും കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളും കൂടി പറഞ്ഞാലാണ് നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, രസകരമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, നേരത്തെ ഞാൻ പോളിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നിങ്ങളുടെ അറിവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഈ ഒരു രോഗം ബാധിച്ചിട്ടുണ്ടോ? അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അവർക്ക് പകർന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ തുറന്ന് പറയാ കേട്ടോ. മിസ്, ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുണ്ടായിരുന്നു, ആ. അവരിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അവരിൽ 4 മക്കളും പോളിയോ ബാധിച്ച് മരിച്ചുപോയി. 4 മക്കളും പോളിയോ ബാധിച്ചു മരിച്ചല്ലേ? അവര് 2-3 ക്ലാസ് വരെയൊക്കെ നടന്നൊക്കെ പോയതാണ്. പെട്ടെന്നാണ് പോളിയോ വന്നിട്ട് തളർന്നു പോയത്. ഇതെങ്ങനെയാണ് ഈ രോഗം സ്പ്രെഡ് ആയതെന്നോ അങ്ങനെ ഉള്ളൊരു ഇത് തന്നിട്ടുണ്ടായിരുന്നോ, അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, അവർക്ക് അറിയില്ല. അവരെനിക്ക് തോന്നുന്നു അത് സ്റ്റൂൾ വഴി അങ്ങനെ എന്തെങ്കിലും കുഞ്ഞായിരിക്കുന്ന സമയത്ത് അങ്ങനെ എന്തോ പകർന്നതായിരിക്കാനാണ് സാധ്യത. ഒരു മകൻ മാത്രം വലുതായിട്ടാണ് മരിച്ചത് അല്ലേ? ഓക്കെ, അതാണ് ഇത് പറഞ്ഞ പോലെ തന്നെ ഞാൻ അതായത് മോണ്ടിസോറിയുടെ വേറൊരു ബാച്ച് ഉണ്ട്. ആ ഒരു ബാച്ചിലെ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു വീട്ടിലെ 5 പേര് പോളിയോ ബാധിച്ചു മരിച്ചു, മക്കളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് പകരുന്നത്, അതായത് നമുക്ക് എന്താണ് ഇതൊരു എന്താ പറയാ സ്പ്രെഡ് ചെയ്യാം. അതായത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിലൂടെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അത് പകരാം. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എന്റെ കൂടെ പഠിച്ച ഒരു കൊച്ചിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അത് 4ാം ക്ലാസ് വരെയൊക്കെ അത്യാവശ്യം നടക്കുമായിരുന്നു. സ്കൂളിലൊക്കെ വന്നോണ്ടിരുന്ന, അത്യാവശ്യം നടക്കുകയൊക്കെ ചെയ്ത് സ്കൂളിലൊക്കെ വന്നോണ്ടിരുന്ന. 5-ലായപ്പോഴത്തേക്കും പിന്നെ നടക്കാനൊന്നും പറ്റാതെയായി. പിന്നെ മൊത്തം വീൽ ചെയറിലായി. ഇപ്പൊ വലിയ കുഴപ്പമില്ല, എന്നാലും വീൽ ചെയറിൽ മൊത്തം തളർന്നു പോയിക്കുക. ഇത് വന്നതുകൊണ്ട് മീസൽസ് പറഞ്ഞതൊന്നും കേട്ടില്ല, ഒന്നുകൂടി ഒന്ന് ചെയ്യാവോ? ഏതാണ് മീസൽസ് പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് റേഞ്ച് ഇഷ്യൂ കാരണം ഒന്നും ഇല്ലായിരുന്നു, ബ്രേക്ക് ആയിരുന്നു, ഒന്നും കേട്ടില്ല. ഞാൻ പറഞ്ഞത് പോളിയോ, നിങ്ങളുടെ അറിവില് പോളിയോ ബാധിച്ചവരാരെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് ആ ഒരു എന്താ പറയാ, ആർക്കെങ്കിലും അങ്ങനെയുള്ള അറിവുണ്ടോ ബാധിച്ചതായിട്ട്? അവർക്ക് എങ്ങനെയാണ് അത് പകർന്നത്, എങ്ങനെയാണ് കണ്ടീഷൻ അവരുടെ, അതാണ് പറയാനായിട്ട് പറഞ്ഞത്. എനിക്കറിയുന്ന ഒരു ഫാമിലിയിലും ഉണ്ട് മിസ്. അനുമോഹൻ ചീന പറയാട്ടോ. അനുമോഹൻ, ഒരു ഡൗട്ട്, ഈ പോളിയോ ബാധിക്കുന്നു പറയുമ്പോഴേ അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിന്റെ സിംറ്റംസ് എന്താണെന്ന് അതെങ്ങനെ അറിയാം? സിംറ്റംസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പേശികൾ, അതായത് ചലനശേഷിയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുക. അത് ഈ കുഞ്ഞിലെ നമുക്ക് ഈ പോളിയോയുടെ വാക്സിൻ നമുക്ക് തരുന്നുണ്ടല്ലോ, തരുന്ന് കഴിയുമ്പോഴും പിന്നെ ഇത് ബോഡിയിലെ ചലനശേഷിക്ക് ഇത് അഫക്ട് ചെയ്യുമോ? ഇല്ലില്ല, കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 100% നമുക്കിത് വരാതെ നോക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ ഈ വാക്സിൻ എടുക്കാത്തവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഈ ചലനശേഷിയായിട്ട് പ്രശ്നം വരുള്ളൂ? അതെ, എടുക്കാത്തവർക്കാണ്. പിന്നെ ആർക്കെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് പകരാനായിട്ട്, അതായത് ഇപ്പോ അങ്ങനെ മലമൂത്ര വിസർജനം നമ്മൾ നടത്തുമ്പോൾ അതിനുപയോഗിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, അതൊക്കെ മറ്റുള്ളവരൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരാം. സിംറ്റംസ് എന്ന് പറയുന്നത് ഈ ബോഡി മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ സിംറ്റംസ് ആയിട്ടുള്ളത്, അല്ലാതെ ഒന്നുമില്ല? അല്ലാതെ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പറയുന്നില്ല. ഇല്ല. ഓക്കെ, കൂടുതൽ തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് വന്നു കഴിഞ്ഞാൽ കേട്ടോ. കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മള് അതാത് സമയത്ത് വാക്സിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിന് ഒരു മറവിയും വിചാരിക്കരുത്, അത്ര മാത്രം. വാക്സിൻ എടുത്ത കുട്ടികളിൽ നിന്ന് വാക്സിൻ എടുക്കാത്ത കുട്ടികളുടെ കയ്യിൽ നിന്ന് പകരുമോ അത്? അത് ഒരു ചോദ്യം തന്നെയാണ്. പകരാനായിട്ട് സാധ്യത കുറവാണ്. എന്നിരുന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കണം. ഈ ഒരു രോഗം ഉണ്ടെങ്കിൽ, സാംക്രമിക രോഗം എന്ന് പറഞ്ഞല്ലോ ഞാൻ, അതായത് പകരുന്ന രോഗമാണിത്.
അപ്പൊ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടത് നല്ലതാണ്. ഇപ്പൊ ഞാനിത് പറഞ്ഞത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ മോണ്ടിസോറി അല്ലെ ഒരു ടീച്ചറായിട്ട് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ പാരന്റ്സിനും ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ രോഗങ്ങളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടോ. അത് മാത്രമല്ല, ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു PDF നോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ PDF നോട്ടിലുള്ള കാര്യങ്ങൾ മാത്രമല്ല മോണ്ടിസോറിയിലൂടെ ചർച്ച ചെയ്യുന്നത്, അതിന് പുറത്തേക്ക് ധാരാളം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കോഴ്സ്, നിങ്ങളുടെ ഈ ഒരു വർഷത്തെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നതിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും, അതുപോലെ നിങ്ങളുടെ എന്താ പറയാ അറിവ്, നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ആവും. വേറൊരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾ രൂപാന്തരപ്പെടും. നോക്കിക്കോളൂ, ഞാൻ പ്രോമിസ് ചെയ്യുന്നു കേട്ടോ, ഈ ഒരു കോഴ്സ് കഴിയുന്നതിലൂടെ. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട നമ്മൾ ഒരു PDF നോട്ടിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കരുത്. ഓക്കെ, ആ ഒരു നോട്ടില് നമ്മൾക്ക് സാധാരണ ആ ഒരു കാര്യം ജസ്റ്റ് എന്താണ് പറയുന്നത് എന്നുള്ളൊരു ഗൈഡൻസ് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. അതിന് പുറത്തേക്ക് ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളെല്ലാവരും നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോൾ നമുക്കൊരു ജോലി കിട്ടാനാണ് ആ കോഴ്സ് പഠിക്കുന്നത്. പക്ഷെ ആസ് എ ടീച്ചർ എന്ന രീതിയിൽ എന്താണ്, നമ്മളത് പഠിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത. അത് ഏത് ടീച്ചർ കോഴ്സ് ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ വരിക. ക്ലിയർ ആയോ? ഇത് ജന്മന ഉണ്ടാകുന്ന കുട്ടികൾക്ക് അതിന് എന്താണ് ടീച്ചർ പരിഹാരം? ഞാനിപ്പോ പറഞ്ഞ കേസ് അങ്ങനെയാണ്. 3 കുട്ടികളും അവർക്ക് ജന്മനാൽ തന്നെ, ഈ 3 കുട്ടികൾക്കും ജന്മനാൽ തന്നെ ഈ പോളിയോ, അരയ്ക്ക് കീഴ്പോട്ട് അവർക്ക് ചലനശേഷി ഇല്ലായിരുന്നു. അതിലൊരു കുട്ടി 2 മാസം മുമ്പ് മരിക്കുകയും ചെയ്തു. ഗർഭാവസ്ഥയിലൊക്കെ ജനറ്റിക് ആയിട്ടുള്ള ഇത് ഉണ്ടാവാം, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അതിലൊരു കുട്ടി ഇപ്പം 2 മാസം മുമ്പ് മരിക്കുകയും ചെയ്തു. തിരിച്ചു അല്ലേ? ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. വരാതെ നോക്കുകയാണ് നമ്മള് ചെയ്യേണ്ടത്. മാം, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? നമ്മൾ ആ പോളിയോ ബാധിച്ചവരുമായിട്ട് അടുത്ത് ഇടപഴകി കഴിഞ്ഞാൽ നമുക്കും അതുണ്ടാവോ? അതുണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. അവരുപയോഗിക്കുന്ന പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലല്ലോ. 5ാം ക്ലാസ് വരെ ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ചതാ. സ്കൂളിലൊക്കെ ആ കൊച്ചു വന്നോണ്ടിരുന്നതാ. ഇവിടെ അടുത്തൊന്നും അങ്ങനെ ഉണ്ടായതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അവന് ഒരാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലാണെങ്കിലും ഒറ്റ മോനാ. ആണല്ലേ? ഓക്കെ. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. 100% നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയാ പ്രിവെന്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യം. ഇപ്പൊ ഒരു കുടുംബത്തിൽ നമുക്ക് ജനറ്റിക് ആയിട്ട് ചില കേസുകൾ വരാറുണ്ട്. ഒരു കുടുംബത്തിൽ ഇപ്പൊ പറഞ്ഞല്ലോ 4 പേര് 5 പേരൊക്കെ മരിച്ച ഈ ഒരു പോളിയോ, അത് ജനിതകമായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ പല ടൈപ്പ് ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. മാം, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ദീപയാണ്. ഓട്ടിസവും പോളിയോയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം എന്റെ അനിയത്തി ഇങ്ങനത്തെ ഒരു കുട്ടിയാണ്, ഓട്ടിസം ബാധിച്ച ആണ്. അത് അവളൊരു 4 വയസ്സ് വരെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളൊന്ന് വീണതിന് ശേഷം പിന്നെ അവൾ ഇതുവരെ നടന്നിട്ടില്ല. വർത്താനം ഒന്നും ഒന്നും ചെയ്തിട്ടില്ല. ഓട്ടിസം എനിക്ക് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഓട്ടിസവുമായിട്ട് അങ്ങനെ കണക്ഷൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ 80% ഡിസബിലിറ്റിയുടെ ഇതുള്ളതാണ് അവൾക്ക്. പക്ഷെ നമ്മളെയൊക്കെ തിരിച്ചറിയാനും കാര്യങ്ങൾ അവൾക്ക് ഇങ്ങനെ പറയണം എന്നുണ്ട്. പക്ഷെ വർത്താനം പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ തളർന്നിട്ട് വീൽ ചെയറിലാണ് അവൾ ഇരിക്കുന്നതേ. ഫുഡൊക്കെ നമ്മൾ വാരി കൊടുക്കണം. ബാക്കിയുള്ള അവളുടേതായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് നടുവിന് പെയിൻ ഉണ്ടാവുമ്പോ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് കരച്ചിലുണ്ട്. പിന്നെ ഫിക്സ് ഉണ്ടാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞങ്ങൾക്ക് എന്ന് പറയുമ്പം ഇങ്ങനെ നമ്മൾ കാണിക്കാനുള്ള എല്ലാ ഡോക്ടേഴ്സിനെ എല്ലായിടത്തും കൊണ്ടുപോയി ഒക്കെ കാണിച്ചു നോക്കി. പക്ഷെ നമുക്കൊരു രക്ഷയില്ല. ഇപ്പൊ അവർക്ക് എന്നെക്കാളും ഒരു 4 വയസ്സിൽ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോ ഒന്ന് വീണതാണ് പുള്ളിക്കാരത്തി. വീണതാണ് അല്ലേ? ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഓട്ടിസത്തിന്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് പറയാം. ദീപ, അത് ഡോക്ടർ അവളെ എടുക്കുമ്പോൾ തന്നെ ബ്രെയിനിലേക്ക് അന്ന് എന്താ ശരിക്കും നോർമൽ ഡെലിവറി നടക്കാറ് വന്നപ്പോ സ്റ്റക്കായി പോയി കുട്ടി അപ്പൊ അന്നേരം പണ്ടുള്ള കാലത്ത് എന്തോ സാധനം ഇട്ടിട്ട് വോക്കം ടൂൾ അങ്ങനെ എന്തോ ഒരു സംഭവം വലിച്ചു കഴിഞ്ഞപ്പോ തലച്ചോറിലേക്ക് അതിന്റെ മറ്റേ തീരെ ഇതാണല്ലോ. അപ്പൊ അങ്ങനെ സ്റ്റക്കായപ്പോ അവളുടെ തലയിൽ ചെറിയൊരു പാട് പോലെ ഉണ്ട്. ഇനി അതിന്റെ ആയിരിക്കും എന്നൊന്നും അറിയത്തില്ല. ബ്രെയിൻ ഇതായി പോയി എന്നൊക്കെ ഉള്ളതാണ് പറയണത്.
ശരിക്കും പറഞ്ഞാല് ഗർഭാവസ്ഥയിലുള്ള കാര്യങ്ങളാണ് കൂടുതലും ഓട്ടിസവുമായിട്ട് റിലേറ്റഡ് ആവുന്നത് കേട്ടോ. ഗർഭാവസ്ഥയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ അവർ ഡെലിവറി സമയത്ത് അങ്ങനെയാണ് കുട്ടിക്ക് കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. വൈറസ് അല്ല വാക്സിന് കാര്യങ്ങളെല്ലാം എന്റെ ഒപ്പം തന്നെ എല്ലാം എടുത്ത് പോന്നിട്ടുള്ളതാ. അപ്പൊ അത് ജന്മനാ വരുമെന്ന് പറയുമ്പോ അങ്ങനെ വരില്ലല്ലോ. 4 വയസ്സ് വരെ കുട്ടി ആക്റ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവള് വീഴുന്നത്. പിന്നെ മുട്ടുപിടിക്കാതെ ഒക്കെ ആയത്. എന്തെങ്കിലും ഒരു കോഴ്സ് കൊണ്ടായിരിക്കാം അങ്ങനെ ഇത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള കാരണമില്ല. ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ട് എന്താ പറഞ്ഞത്? ട്രീറ്റ്മെന്റിലാണ് ആള്. നമ്മൾ ആയുർവേദം നോക്കി, ഫിസിയോതെറാപ്പി അങ്ങനെ അപ്പം ഒക്കെ നോക്കിയാലും പുള്ളിക്കാരത്തേക്ക് ഇപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ 2 പേര് കൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പതുക്കെ പൊങ്ങി നിൽക്കും ആള്. അത് നമ്മൾ കൈ പതുക്കെ ഒന്ന് അഴിച്ചു എന്ന് പറയുമ്പോഴത്തേനും പുള്ളിക്കാരത്തേക്ക് പേടി. അപ്പൊ നമ്മൾ ഇറുക്കി അങ്ങ് പിടിക്കും. ഭയങ്കര പേടിയാണ്. കാര്യങ്ങളൊക്കെ അറിയാം, ഇമോഷൻസ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തേക്ക് അറിയാം. പക്ഷെ ഒന്നും നമുക്ക് തിരിച്ച് പറയാനോ ചെയ്യാനോ ഒന്നും അറിയത്തില്ല പുള്ളിക്കാരത്തേക്ക്. അമ്മ, അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോ കാരണം പറഞ്ഞില്ലേ? എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇത് ചില ഡോക്ടേഴ്സ് പറയുന്നത് നമ്മൾ എടുത്തപ്പോ കുട്ടിക്ക് പറ്റിയൊരു ഇതാന്നാണ് പറയണത്. ഇങ്ങനെ അന്നൊന്നും നമുക്ക് സിസേറിയൻ എന്ന് പറയണത് ഒരു ഇതായിരുന്നില്ലല്ലോ. അപ്പൊ കുട്ടി അന്നെന്ന് പറയുമ്പോ ഈ നോർമൽ ഇടുക്കി എന്ന് പറയുന്ന ഇടുക്കി പൈനാവ് ഹോസ്പിറ്റലാണ് ആളുണ്ടായത്. അപ്പൊ ഇങ്ങനെ വലിച്ചെടുത്തപ്പോ പറ്റിയതാണ് എന്നൊരു ഇതുണ്ട്, ഒരു വിഭാഗം പറയുന്നുണ്ട്. പിന്നെ ഓട്ടിസം ബാധിച്ചതാന്ന് പറയുന്നുണ്ട്. പിന്നെ വീണ് പേടിച്ച് അവള് മൈൻഡ് ഔട്ട് ആയി പോയത് അങ്ങനെ ഒരു ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ പല ഓട്ടിസവും ഇത് ആ കുട്ടിക്ക് ചിലപ്പോ വീഴ്ചയിൽ എന്തെങ്കിലും പറ്റിയതായിരിക്കാം. കാരണം 4 വയസ്സ് വരെ അല്ലെ കുഴപ്പമില്ലാതിരുന്നത്. 4 വയസ്സ് വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. ആ വീഴ്ച പറ്റിയപ്പോഴാണെന്ന് തോന്നുന്നത് എന്തെങ്കിലും ഒരു നെർവിനെയോ എന്തെങ്കിലും ചിലപ്പോ ബാധിച്ചിട്ടുണ്ടാകാം. അതിന്റെ സൈഡ് എഫക്ട് ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഇഫക്റ്റ് മൂലം ആയിരിക്കും അത് വന്നിട്ടുണ്ടാവുക. അതായിരിക്കാം ചിലപ്പോ. ഈ ഫിക്സ് കഴിഞ്ഞിട്ട് ഒരു 4 വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ ഇപ്പൊ. ഫിക്സ് അത് ഭയങ്കരമായിട്ട് പനിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. ഓക്കെ, അപ്പൊ മീസിൽസ് നിങ്ങൾ വായിച്ചോ? മീസിൽസ് വായിച്ചായിരുന്നോ? മീസിൽസ് 5ാം പനിയല്ലേ മിസ്? മീസിൽസ് 5ാം പനിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ കൂടുതലായിട്ട് മീസിൽസ് എന്നറിയപ്പെടുന്നത് 5ാം പനിയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു വൈറസ് ആണ് കേട്ടോ. മീസിൽസ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ത് മീസിൽസ് എന്ന് പറയുന്നത്. ഈ രോഗത്തിന്റെ പേര് തന്നെയാണെന്ത് ഇതിന്റെ വൈറസിനും ഉള്ളത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായിട്ട് കണ്ടുവരുന്നത് നമ്മൾ. ഓക്കെ, കുഞ്ഞുങ്ങളിലാണ് സാധാരണ കണ്ടുവരുന്നത്. രോഗബാധിതരായിട്ടുള്ള ആളുകളുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും എന്താണ് പറയുന്നത്, അതായത് സ്പ്രെഡ് ചെയ്യുന്ന ഡ്രോപ്സിലൂടെ എന്ത് ചെയ്യുന്നു മറ്റൊരാളിലേക്കാണ് രോഗം വ്യാപിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങൾക്കും കണ്ടുവരുന്ന പൊതുവായ സിംറ്റംസ് എന്താണ്? നമ്മൾ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ എന്തുണ്ടാവും? ധാരാളം ഡ്രോപ്സ് പുറത്തേക്ക് വരും അല്ലെ? ഇതിലൂടെയാണ് എന്ത് പകരുന്നത്? ഈ ഒരു രോഗം മറ്റൊരാളിലേക്ക് വ്യാപിക്കുന്നത്, സ്പ്രെഡ് ആകുന്നത്. ഈ ഒരു രോഗത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് പനി ഉണ്ടാവും. നമ്മുടെ സാധാരണ പനി ഉണ്ടാകും, അതായത് സാധാരണ പനി പോലെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. മൂക്കൊലിപ്പ് ഉണ്ടാകും, അതുപോലെ തന്നെ ചുമ ഉണ്ടാകും. അതിന്റെ കൂട്ടത്തില് 3-4 ദിവസം അടുപ്പിച്ച് പനിക്കും. തുടർന്ന് 5ാം ദിവസം ആകുമ്പോൾ ശരീരത്തില് ചുണങ്ങ് പ്രത്യക്ഷപ്പെടും. ചില പാടുകൾ ശരീരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ചിലവരില് ചുണങ്ങെന്ന് പറഞ്ഞിട്ടില്ല, അതായത് വെള്ളപ്പാടുകളായിരിക്കും വരുന്നത്, വെള്ളപ്പാടുകളായിട്ടായിരിക്കും വരുന്നത്. ചിലവരില് ചുവന്ന് തടിച്ച ആ ഒരു റാഷസ് പോലെ എന്തുണ്ടാവും? പാടുകള് ഉണ്ടാകും. ഇനി ചെവിയുടെ പിറകിൽ പാടുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മീസിൽസ് ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഓക്കെ, കുട്ടി പനിക്കുന്നുണ്ട്, 3-4 ദിവസം കുട്ടി പനിച്ചു, പനി മാറുന്നില്ല. 5ാം ദിവസം ആയപ്പോഴേക്കും പനിയോടൊപ്പം തന്നെ കുട്ടിയുടെ ദേഹത്ത് ഇങ്ങനെ പാടുകൾ ഉണ്ടാവുകയാണെങ്കിൽ, അത് പ്രത്യേകിച്ചും ചെവിയുടെ പുറകില് അതുപോലെ തന്നെ മുഖത്തൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഉറപ്പിക്കാം ഇത് മീസിൽസ് എന്ന് പറയുന്ന രോഗമാണ് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ
കുട്ടിക്ക് വയറിളക്കം ഉണ്ടാകും, ലൂസ് മോഷൻ ഉണ്ടാവും കുട്ടിക്ക് കേട്ടോ. വയറിളക്കം ഉണ്ടാകും, ഭയങ്കരമായിട്ടുള്ള വയറിളക്കമായിരിക്കും കുട്ടിക്ക് ഉണ്ടാവുക. ഈ വയറിളക്കം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ധാരാളം വെള്ളം പോവാണ് അല്ലെ, ഡീഹൈഡ്രേഷൻ അല്ലെ, ധാരാളം വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടി അവശനാകാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിയെ ഐസോലേഷനിൽ ആക്കണം. മീൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇത്രയും പെട്ടെന്ന് കുട്ടിയെ പ്രത്യേക ഒരു റൂമിൽ കിടത്തി എന്ത് ചെയ്യണം? നമ്മള് ചികിത്സിക്കണം. ഓക്കെ. പിന്നെ ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു മീസിൽസ്, അതായത് ഈ രോഗത്തിനെതിരായ വാക്സിൻസ് എന്ന് പറയുന്നത് കുഞ്ഞിന് 9 മുതൽ 12 മാസം വരെയുള്ള പ്രായത്തില് 5-ാം പനി പ്രതിരോധ കുത്തിവയ്പ്പ് നമുക്ക് നൽകാം. 9-ാം മാസം തുടങ്ങി 12-ാം മാസം വരെയുള്ള പ്രായത്തില് മീസിൽസിനെതിരായിട്ടുള്ള പ്രതിരോധ വാക്സിൻ നമുക്ക് നൽകാം. പിന്നീട് 15-18 മാസങ്ങളില് MMR വാക്സിൻ രൂപത്തിൽ ഒരു ബൂസ്റ്ററും നൽകുന്നുണ്ട് മീസിൽസിനെതിരായിട്ട് കേട്ടോ. അപ്പൊ MMR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മീസിൽസ്, മംസ്, റുബല്ല, ഈ 3 രോഗങ്ങൾക്കും എതിരായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്? MMR വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് എന്ത് മീസിൽസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ. MMR എന്ന് പറയുന്നത് നമ്മള് 3 രോഗങ്ങളുണ്ട്. ഒന്ന് മീസിൽസ്, ഒന്ന് മംസ്, 3 റുബല്ല. ഈ 3 രോഗങ്ങൾ കൂടി ഒരൊറ്റ ഡോസേജ് ആയിട്ടാണ് MMR വാക്സിൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. മീസിൽസ്, ആദ്യത്തെ M മീസിൽസ് ആണ്. രണ്ടാമത്തെ M മംസ്, കേട്ടിട്ടുണ്ടാവും നിങ്ങള്, മുണ്ട് നീരെന്ന് പറയും. മൂന്നാമത്തേത് റുബല്ല. ഓക്കെ. ഈ 3 എണ്ണത്തിനും കൂടി ഒറ്റ ഡോസേജ് ആയിട്ടാണ് കുട്ടിക്ക് ഇത് കൊടുക്കുന്നത്. സ്പെല്ലിംഗ് കൂടെ ഒന്ന് പറയോ? എന്താ അതിന്റെ സ്പെല്ലിംഗ് കൂടെ ഒന്ന് പറയോ? മീസിൽസ് കഴിഞ്ഞിട്ട് മീസിൽസ് MEA. ഇവിടെ ഉണ്ടല്ലോ മീസിൽസിന്റെ സ്പെല്ലിംഗ് ഒക്കെ PDF ഉണ്ടല്ലോ. അല്ല, രണ്ടാമത്തെ എമ്മിൻ്റെത്. രണ്ടാമത്തേത് മംസ് ആണ്. MUMPS. ഉണ്ട് കേട്ടോ. താഴെ കൊടുത്തിട്ടുണ്ട്, PDF വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് റുബല്ലേക്ക് കേട്ടോ. ഓക്കെ മാഡം. ഈ 5-ാം പനി പോലെ തന്നെയല്ലേ കുട്ടികളിൽ കാണുന്ന തക്കാളിപ്പനി എന്ന് പറഞ്ഞിട്ട് ചോന്നത്തും എടുത്തിട്ട്? തക്കാളിപ്പനി വേറെയാണ്. തക്കാളിപ്പനി ഒരു സീസണിൽ ഉണ്ടാകുന്ന രോഗമല്ലേ? അല്ല, ചെറിയ കുട്ടികളിൽ ഈ 5-ാം പനിയുടെ അത് കാണപ്പെടാറുണ്ട്. അങ്ങനെ കാണപ്പെടാറുണ്ട്. അതൊരു സീസണിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ. ഇനി ഈ മീസിൽസ് എന്ന് പറയുന്ന ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ജിസ്മാൻ ജോൺസി എന്ന് പറഞ്ഞ മോളെ, എന്താ ഇതിനകത്ത് പറയുന്നത് മീസിൽസില്? അത് 5-ാം പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതല്ലേ രോഗത്തിന്റെ? അതില് പനി, ചുമ, ചുവന്ന കണ്ണുകള്, പേശിവേദന. അല്ല ഞാൻ പറഞ്ഞത് ഈ PDF നോട്ടിലുള്ളത് എന്താണെന്ന് പറഞ്ഞേ. അതില് ഇമ്മ്യൂണിറ്റി കുട്ടികൾക്ക് കൊടുക്കണത് 9 മാസം മുതൽ 12 മാസം വരെയുള്ള ബേബീസിന് ഇമ്മ്യൂണിറ്റി അത് കൊടുക്കണം എന്നുള്ളത്. പിന്നെ അതുപോലെ ബൂസ്റ്റർ കൊടുക്കണത് MMR വാക്സിൻ 15 മുതൽ 18 മന്ത്സ് വരെയുള്ള കുട്ടികൾക്ക്. അത് പിന്നെ കൗമാരപ്രായത്തിൽ അങ്ങനെയുള്ളവർക്ക് കാണണമെന്നല്ല, എനിക്ക് ക്ലിയർ ആയില്ല. ഓക്കെ. വേറെ ആരെങ്കിലും ഒരാള് പറഞ്ഞേ, എന്താണ് ആ PDF പറഞ്ഞിരിക്കുന്നത്? മാം ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. കുഞ്ഞിന് 9-12 മാസം ആകുമ്പോ 5-ാം പനി പ്രതിരോധ കുത്തിവയ്പ് വെക്കുന്നു. പിന്നെ 15-18 മാസങ്ങളാകുമ്പോ MMR വാക്സിൻ രൂപത്തിൽ ഒരു ബൂസ്റ്റർ നൽകുന്നു. പിന്നെ നമ്മുടെ പ്രദേശത്ത് എവിടെയെങ്കിലൊക്കെ ഇതിന് പടർന്നു പിടിക്കുകയോ അല്ലെങ്കിൽ ഈ പ്രതിരോധ കുത്തിവയ്പ് നൽകണേക്കാളും മുമ്പ് ഈ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും 5-ാം പനി പിടിപെടുകയോ ചെയ്താൽ ഡോക്ടർ സാധാരണയായി കുത്തിവയ്പ്പൊക്കെ നിർദ്ദേശിക്കുന്നു. ശരിയാണ്. അതായത് പ്രദേശത്ത് 5-ാം പനി പകർച്ചവ്യാധി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞിനെ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങൾക്ക് 5-ാം പനി വന്നാല് കുഞ്ഞിനെ പിടിപെടാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുഞ്ഞിന്റെ അവസ്ഥ മോശമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ എന്ത് ചെയ്യുന്നുണ്ട്?
ഇതിനെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ കുഞ്ഞിന് നൽകാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഒരു പ്രദേശത്ത് ഇപ്പൊ ഒരു കുഞ്ഞു വസിക്കുന്ന അവരുടെ ഒരു നെയ്ബർഹുഡ് അല്ലെങ്കിൽ ആ ഒരു അയൽപ്പക്കങ്ങളില് ആർക്കെങ്കിലും വന്നാൽ അവിടെ എന്താണെന്ന് സ്പ്രെഡ് ആയാലോ, അല്ലെങ്കിൽ കുഞ്ഞ് എന്താ പറയാ കുഞ്ഞിനെ ഈ ഒരു വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുഞ്ഞിന്റെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും വന്നാലോ ഇതിനെതിരായിട്ട് കുഞ്ഞിന് എന്ത് ചെയ്യണം? വാക്സിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ ആണോ? മിസ്, ഇതിന്റെ വൈറസ് എന്ന് പറഞ്ഞത് റൂബിയോള വൈറസ് ആണോ മിസ്? എന്താണ്? മീസിൽസ് പരത്തുന്നതേ വൈറസേ റൂബിയോള വൈറസ് ആണോന്ന്? റുബിയോള അല്ല, മീസിൽസ്. മീസിൽസ് വൈറസ് ആണോ? അതെ അതെ. പിന്നെ പ്രധാനപ്പെട്ട സിംറ്റംസ് പറഞ്ഞു, പനി ഉണ്ടാകും, ചുമ ഉണ്ടാകും, വയറിളക്കം ഉണ്ടാവും കേട്ടോ. അതൊരു പ്രധാന. പിന്നെ ചെവിയുടെ പിറകില് പാടുകൾ ഉണ്ടോന്ന് ശ്രദ്ധിക്കണം. അതൊക്കെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് എന്താ ഈ ഒരു എന്താ പറയാ ഇതാണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ റുബല്ല. ഒന്ന് വായിക്കുക കേട്ടോ. റുബല്ല ഒന്ന് വായിക്കുക. വായിച്ചോ? ഓക്കെ, അപ്പൊ നമുക്ക് റുബെല്ലിനെ കുറിച്ച് നോക്കാം. റുബെല്ല എന്ന് പറയുന്ന രോഗം കുട്ടികളിലും യുവാക്കളിലും കൂടുതലായി കാണപ്പെടുന്ന ഒരു പകർച്ചവ്യാധിയാണ് കേട്ടോ. റുബെല്ല എന്ന് പറയുന്ന രോഗം കുട്ടികളിലും അതുപോലെ തന്നെ ആരിലും കാണപ്പെടുന്നുണ്ട്? യുവാക്കളിലും കാണപ്പെടുന്ന ഒരു രോഗമാണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അസ്നാഫിലൊന്ന് മ്യൂട്ട് ചെയ്യും കേട്ടോ. ലക്ഷണം എന്ന് പറയുന്നത് നേരിയ പനി ഉണ്ടാവും ആദ്യം, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ശരീരത്തിൽ ചുണം ഉണ്ടാവും. ഓക്കെ, പിന്നെ ഗർഭാവസ്ഥയിലാണ് റുബെല്ല ബാധിക്കുന്നതെങ്കിൽ ഗർഭാവസ്ഥയിലെ ആദ്യ മാസത്തില് അബോർഷന് സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് ഗർഭാവസ്ഥയിൽ ആ ഒരു പ്രഗ്നൻസി സ്റ്റേജില് നമുക്ക് അതായത് ഗർഭിണികൾക്ക് റുബെല്ല പിടിപെട്ടാല് അബോർഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇനി അബോർഷൻ ആയില്ല, കുട്ടി ജനിച്ചു എന്ന് വിചാരിക്കാം, കുട്ടിക്ക് വൈകല്യം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു രോഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഗർഭാവസ്ഥയിലേക്ക് പിടിപെട്ട് കഴിഞ്ഞാല് കുട്ടിക്ക് അംഗവൈകല്യം വരാം, അല്ലെങ്കിൽ അബോർഷൻ ആകാം. ഇനി ഇത് പകരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. രോഗബാധിതരായിട്ടുള്ള ആളുകള് തുമ്മുകയോ അല്ലെങ്കിൽ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ വായുവിലൂടെയുള്ള തുള്ളികളിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ഓക്കെ, ഇനി കുട്ടികൾക്ക് മാരകമായാൽ ശ്രവണ വൈകല്യങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അതായത് ചെവിക്ക് എന്ത് ചെയ്യാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ഈ രോഗം വന്ന് അതൊന്ന് എന്താ പറയാ ക്രിട്ടിക്കൽ സ്റ്റേജിലായാല് അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ഗർഭാവസ്ഥയിലൊക്കെ ഈ ഒരു ഇത് പിടിപെട്ട് കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഞാൻ പറയുന്നത്. ചെവിക്ക് തകരാറുണ്ടാകാം, അതുപോലെ തന്നെ ഹാർട്ടിന് തകരാറുണ്ടാകാം, ഓട്ടിസം ബാധിക്കാം. നേരത്തെ ആരായിരുന്നു എന്നോട് ചോദിച്ചേ? ഞാനായിരുന്നു, ദീപ. ദീപ ഉണ്ണി അല്ലെ? ഞാന് മൈൻഡിൽ ഉണ്ടായിരുന്നു, പക്ഷെ പല രോഗങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് പല ക്ലാസ്സുകളിലുമായിട്ട്. അപ്പൊ ഏതാണെന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. മറിച്ച് നോക്കുന്നുണ്ടായിരുന്നു മോളെന്നൊക്കെ ഞാൻ പറഞ്ഞു നേരത്തെ, പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എവിടെ ഞാൻ പിന്നീട് എന്റെ മനസ്സിലുണ്ടായിരുന്നു വരുന്നുണ്ട് ഇത് പറയാനായിട്ട്. അപ്പോ ഇതാണ് കേട്ടോ, ഇതില് ഒന്ന് ഞാനൊന്ന് പോയിന്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു റെഫർ ചെയ്തിട്ട്.
മീസിൽസ് ഗർഭാവസ്ഥയില് ഗർഭിണികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് അബോർഷൻ ആയിട്ടുണ്ടാവൂല. പകരം കുഞ്ഞ് ജനിച്ച് എന്താണ് കുട്ടിക്ക് ശ്രവണ വൈകല്യങ്ങളോ അല്ലെങ്കിൽ ഹൃദയ വൈകല്യങ്ങളോ ഓട്ടിസം അങ്ങനെയുള്ള രോഗങ്ങളോ അതുപോലെ ഡയബറ്റീസ് പ്രമേഹം അങ്ങനെയുള്ള രോഗങ്ങളോ പിന്നെ എന്താണ് തൈറോയിഡ് പോലുള്ള രോഗങ്ങളോ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ സംഭവിക്കാം. അത് 5ാം റുബെല്ലയുടെ ഇഫക്റ്റ് ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഒരു ബ്രദർ ഉണ്ടായി, ആൾക്ക് ഒരു കുഴപ്പമില്ല, ആള് നല്ല ഒരു കുഴപ്പമില്ല, ഫാമിലി ആയിട്ട് കഴിയുന്നു, കല്യാണമൊക്കെ കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല. ഉള്ള ആൾക്കാണ് പറ്റിയത് ഇങ്ങനെ പറ്റിയത് അല്ലെ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും ആ ഒരു ഗർഭാവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലോ ഓട്ടിസം ഉണ്ടാകുന്നത് സാധാരണ ഗർഭാവസ്ഥയിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാകുമ്പോഴാണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് കൂടുതലും ആ രോഗം വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ടൈമില് നമ്മൾക്ക് പല കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴത്തെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, പണ്ടത്തെ ആളുകളൊക്കെ എന്താണ് അവരുടെ ആ ഒരു ഡെലിവറി ടൈമിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാകുമ്പോൾ അത് കുഞ്ഞു വളർന്നു വരുന്ന സമയത്ത് കുഞ്ഞിന്റെ ചലനശേഷിയെയോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ബാധിച്ചിരിക്കുക. അപ്പൊ നിങ്ങളത് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, മഷി പുറത്തേക്ക് ചാടി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങള് നോർമൽ ഡെലിവറീസിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്റെ വീട്ടില് എന്റെ അമ്മമാരൊക്കെ പറയാറുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉള്ളത് കൊണ്ട് ആ കുട്ടിക്ക് അങ്ങനെയുള്ള രോഗം വന്നു എന്നൊക്കെ. നമ്മളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ സമയത്ത് അറിയില്ല, അതിങ്ങനെ പറയുമ്പോൾ എന്താണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് വരുന്നത്, കൂടുതലും ഗർഭാവസ്ഥയിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ രോഗങ്ങൾ കൂടുതൽ വരാനായിട്ട് കാരണം ഇങ്ങനെയുള്ളത് കേട്ടോ. അപ്പൊ ഒന്നും കൂടി നോക്കാം, ഞാൻ പറഞ്ഞ കാര്യങ്ങള് കേൾവിക്ക് തകരാറുണ്ടാവാം, അതുപോലെ കണ്ണിന് തകരാറുണ്ടാകാം, ഹാർട്ടിന് തകരാറുണ്ടാകാം, ഓട്ടിസം ബാധിക്കാം, ഡയബറ്റീസ് ബാധിക്കാം, തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറുപ്പത്തില്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ആരാ റുബെല്ല ഒന്ന് പറയാം. റുബെല്ല മാം ഞാൻ തന്നെ പറയട്ടെ. നമ്മുടെ പ്രദേശത്ത് പകർച്ചവ്യാധി കുടുംബങ്ങളിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ 1.5 വയസ്സായ കുഞ്ഞുങ്ങൾക്കൊക്കെ റുബെല്ലയ്ക്കെതിരെ വാക്സിൻ എടുക്കാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിക്കും. നമ്മുടെ പ്രദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ ഒരു കേസോ അല്ലെങ്കിൽ ഈ ഒരു റുബെല്ല വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് പറയാ അങ്ങനെയുള്ള ഒരു ഇതിനെ കുറിച്ച് നമുക്ക് കുറച്ച് എന്താ പറയാ ഭയങ്കരമായിട്ട് ആ പ്രദേശത്ത് വ്യാപിച്ചിട്ടുണ്ടെങ്കിലോ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിലോ ഡോക്ടർമാർ എന്ത് ചെയ്യും ഇതിനെതിരായിട്ടുള്ള ഇതിന്റെ സിംറ്റംസ് പറഞ്ഞില്ലല്ലോ. സിംറ്റംസ് എന്ന് പറയുന്നത് നേരിയ പനി ഉണ്ടാകും, പിന്നെ ചുണങ്ങ് ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. അതാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയാനായിട്ടുള്ളത് റുബെല്ലയുടെ. ക്ലിയർ ആയില്ല. ഫീവർ ഉണ്ടാവും. ആർക്കെങ്കിലും അറിയാമോ, ആർക്കെങ്കിലും റുബെല്ല റിപ്പോർട്ട് ചെയ്തിട്ടായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോ ആർക്കെങ്കിലും ഉണ്ടോ റുബെല്ല? ആർക്കെങ്കിലും വന്നതായിട്ട് അറിവുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഇതിന് 5ാം പനിയുടെയും അല്ലെങ്കിൽ ചിക്കൻ ബോക്സിന്റെ അതിന്റെ ഇടത്തരായിട്ടുള്ള കുരുക്കളാണോ ഇതിന്റെ ലക്ഷണമായിട്ട് കാണുന്നത്? ചെറിയ ചുണങ്ങ് രൂപത്തിലായിരിക്കും, അതുപോലെ ആയിരിക്കില്ല വരിക കേട്ടോ. നമ്മുടെ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്ന പോലെ ആയിരിക്കില്ല വരിക, അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് വരിക റുബെല്ല. മാഡം, എൻ്റെ ഒരു റിലേറ്റീവ്സിന് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടായിട്ടില്ല. അപ്പൊ അവൾക്ക് ട്രീറ്റ്മെന്റ് എടുത്തപ്പോ ഇതുപോലെ റുബെല്ല ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞെന്ന് എൻ്റെ ഒരു എന്നോട് പറഞ്ഞുണ്ട്. ക്ലിയർ ആവുന്നില്ല കേട്ടോ, കേൾക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു റിലേറ്റീവിന് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളായിട്ടില്ല. അപ്പൊ അതിന് ട്രീറ്റ്മെന്റിന് അവര് പോയപ്പോ ഈ റുബെല്ല സിംറ്റംസ് ഉണ്ടെന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതായിട്ട് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ബാധിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു കാരണമാണോ? അതെ അതെ, അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടായി കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ്. അങ്ങനെ ഉള്ളപ്പോ അബോർഷന് സാധ്യതയുണ്ട്. ഇനി എന്താണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് ഉണ്ടെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. അങ്ങനെയും പറയുന്നുണ്ട്. മിസ്റ്റർ, പിന്നെ ഈ PDF റുബെല്ലയുടെ ബ്രാക്കറ്റിൽ ഒരു ജർമ്മൻ മീസിൽസ് എന്ന് കിടക്കുന്നതിന്റെ വേറെ പേരാണോ?
അതതിനെ പറയുന്നതാണ്. റുബല്ല അഥവാ ജർമ്മൻ മീസിൽസ് എന്നാണ് ഇതിനെ അറിയപ്പെടുക കേട്ടോ. അതായത് നമ്മൾ മീസിൽസിന്റെ എന്താ പറയാ ചുണങ്ങുണ്ടാവുള്ളൂ അല്ലെ, പാടുകൾ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ് റുബല്ലയിലും ഉണ്ടാകുന്നത്. ഓക്കെ, പക്ഷെ രണ്ടും വ്യത്യസ്തമാണ്. ഇനി നെക്സ്റ്റ് മംസ് ആണ് കേട്ടോ. മംസ് ഒന്ന് നിങ്ങളൊന്ന് വായിക്കുക. ഓക്കെ, മംസ് വായിക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആക്ഷൻ സോങ്ങോ അതിന്റെ ക്ലാസ്സിൽ ഇതുവരെ ആക്ഷൻ സോങ്ങോ റോൾ പ്ലേയോ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ആരെങ്കിലും റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ ചെയ്യാനായിട്ട്? ആരും ഇല്ലേ? ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ലേ ഒരു ആക്ഷൻ സോങ് അല്ലെങ്കിൽ റോൾ പ്ലേ? മാം ഞാൻ ചെയ്യാം. സരിത. ഓക്കെ ചെയ്തോളൂ. സരിത ചെയ്തോളൂ. ആദ്യം സരിത ചെയ്യട്ടെ. ഓക്കെ, കാണുന്നുണ്ടോ മാം? കാണുന്നുണ്ട്. 1 2 buckle my shoe, 3 4 shut the door, 5 6 pick up sticks, 7 8 let them play, 9 10 happy fat hand. ഓക്കെ താങ്ക് യു. സരിത വർക്ക് ചെയ്യുന്നുണ്ടോ? മാഡം എവിടെയാ? സ്കൂളില് കുട്ടികളെ നോക്കുന്ന ജോലി. അപ്പൊ പോകണ്ടേ? ഇപ്പൊ അവിടെയാണോ? അവിടെയാണ്. അവിടെയാണ് കാണുന്നത്. ഓക്കെ. സിഹാന. ഓക്കെ മാം, വീഡിയോ ഓൺ ചെയ്യണോ? ചെയ്യാമെങ്കിൽ ചെയ്തോ. നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ ഓൺ ചെയ്യാം. ഞാൻ വീഡിയോ ഓൺ ചെയ്യണില്ല, അല്ലാണ്ട് പറഞ്ഞാൽ മതിയില്ലേ? മതി, കുഴപ്പമില്ല. 5 little finger, clap, clap, clap. 4 little finger, butterfly. മാം ഞാൻ നാളെ ചെയ്താൽ മതിയോ? നാളെ ചെയ്യാനോ? ഓക്കെ. അടുത്ത ക്ലാസ്സിൽ ചെയ്താൽ മതിയാണ് കേട്ടാ. ഈ റോൾ പ്ലേ ആരെങ്കിലും ഉണ്ടോ? റോൾ പ്ലേ ദിവ്യ നവീൻ. മാം ആക്ഷൻ സോങ് ആണ്. ഓക്കെ ചെയ്തോളൂ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. How many fingers on one hand? How many fingers on one hand? Let's all count together. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. How many fingers on two hands? How many fingers on two hands? Let's all count together. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. Clap your hands. Clap your hands. Clap your hands with me. Thank you, ma'am. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനിയും ചെയ്യാട്ടോ. ഇനിയും ചെയ്യാം ക്ലാസ്സുകളിൽ. ഓക്കെ. നെക്സ്റ്റ് ആരാ? ഞാൻ ചെയ്തോളാം. ചെയ്തോളൂ. Daddy finger, where are you? Here I am, how do you do? Mummy finger, where are you? Here I am, how do you do? Brother finger, where are you? Here I am, how do you do? Sister finger, where are you? Here I
Here I am, how do you do? Baby finger, where are you? Here I am, how do you do? Thank you, ma'am. Okay, very good, very good. Next. നീ ആരാ ചെയ്യാനുള്ളേ? ഞാൻ ചെയ്യാം മാഡം. ഓക്കെ, ചെയ്തോ. Wheels on the bus go round and round, round and round, round and round. The wheels on the bus round and round, all through the town. The doors on the bus go open and shut, open and shut, open and shut. The doors on the bus go open and shut, all through the town. The signal on the bus go bling, 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 bling. The signals on the bus go bling, 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 all through the town. ബാക്കി പിന്നെ പാടാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ മാം ചെയ്യട്ടെ? ആ ശരി, പാട്ടു. ഇന്നലെ ചരണ്യാമിസിന്റെ ക്ലാസ്സിൽ ചെയ്തതാ, കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല, എന്താണെങ്കിലും ചെയ്യാം. Father is so tall, my mother is so tall, only for me. What a pain it is, what a pain it is. Those around for father, those around for mom, only for me. What a pain it is, what a pain it is. Leather shoes for father, leather shoes for mother, slip-on for me. What a pain it is, what a pain it is. Thank you, ma'am. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞുങ്ങളെ പോലെ പാടി. ഞാൻ പറയട്ടെ? ഓക്കെ. വീഡിയോ ഓണാക്കേ. Red light, what do you say? I say stop and stop right away. Yellow light, what do you mean? I mean wait till the light turns green. Green light, what do you say? I say cross but look away. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഒക്കെ തീർന്നില്ലേ? 1-2 ആഴ്ചയോളം കൊണ്ട് ഇല്ലേ? ഡൗട്ട്സ് ഒക്കെ കുറെ ഉണ്ടാകുന്നില്ല ഇതിനെ കുറിച്ചിട്ട്? ഇതൊക്കെ ഒരുവിധമൊക്കെ തീർന്നില്ലേ? മാറിയില്ലേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ? എങ്ങനെയാ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാം മാറി. അപ്പൊ ഞാൻ 2 പേരെ പറയാം. റോൾ പ്ലേ ഡൗട്ട് ചോദിച്ചപ്പോ അസൈൻമെന്റ് 2 ക്വസ്റ്റ്യൻ ആയിരുന്നു മിസ് തന്നിരുന്നത്, ശരണ്യ മിസ് തന്നത്. അത് 2 ആയിട്ടാണ് അയച്ചത്. അത് 2 ആയിട്ടാണ് അയച്ചത്. സാർ ഇപ്പൊ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നിച്ച് അയക്കണം എന്ന് പറഞ്ഞു. 2ഉം 2 ആയിട്ട് തന്നെ അയച്ചു. PDF എടുത്തിട്ട് 2 PDF എടുത്തിട്ട് 2 ആയിട്ട് തന്നെ അയച്ച. ഒരു PDF അയച്ചതിന് ശേഷമാണ് അടുത്ത PDF അയച്ചത്. അപ്പോ അതില് മിസ് അല്ലേ സാർ ഇപ്പോഴിട്ടതാണ്, അറിയില്ലായിരുന്നു. ഇപ്പൊ 2 ദിവസം മുന്നേ അയച്ചു കഴിഞ്ഞു. സബ്മിറ്റ് ചെയ്യുമ്പോ ഇപ്പോഴ് അതിപ്പോ അതിന് എന്തെങ്കിലും ചെയ്യുന്നതിന് അപ്പൊ അതങ്ങനെ സബ്മിറ്റ് ആകാത്തവരുടേത് 2ഉം കൂടി സബ്മിറ്റ് ചെയ്ത് നോക്കാനാ പറഞ്ഞത്. അതെ, സബ്മിറ്റ് ആക്കാത്തവരുടെ 2ഉം കൂടി സബ്മിറ്റ് ചെയ്ത് നോക്കാന്നല്ലേ? മിസ് പറയുന്ന പോലെ നിങ്ങള് ഫോളോ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി, ടെക്നിക്കലിനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പരിഗണിക്കാതിരിക്കോ? ഇല്ല, അങ്ങനെയില്ല കേട്ടോ. അത് നോക്കും, എല്ലാവരുടെ നോക്കാറുണ്ട് കേട്ടോ. അത് അയച്ചു പോയി, 2 തവണ അയച്ചത്. ഇത് PDF ആയിട്ടാണ് അയച്ചത്. അത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, മാം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ഇതിന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ മാം? ഇല്ല, വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, അല്ല ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കാണുന്നില്ല ക്ലാസ് റൂമില്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലാണ് ഇങ്ങനെ ഇട്ടത്.
അല്ല ആ ഗ്രൂപ്പിൽ ഞങ്ങളൊന്നും ആഡ് അല്ല, അതുകൊണ്ട് ചോദിച്ചത്. ഗ്രൂപ്പിലല്ല വന്നത്, പേഴ്സണലായിട്ടാ വന്നിരിക്കുന്നത്, ഗ്രൂപ്പിലല്ല വന്നത്. ഗ്രൂപ്പിലല്ല, പേഴ്സണൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിലാണ് ഇപ്പോഴും വന്നത്. ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പേഴ്സണൽ ആയിട്ടല്ല, ഗ്രൂപ്പില്. ഗ്രൂപ്പിൽ ഞങ്ങളൊന്നും ആഡ് അല്ല, ഞങ്ങൾക്ക് ആ ക്ലാസ് റൂം മാത്രമേ സാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യം ആഡ് ചെയ്തവരെയൊക്കെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തേ, ഗ്രൂപ്പിലേക്ക് ക്ലാസ് റൂമിന്റെ ലിങ്ക് ഇട്ട് പക്ഷെ ആ തന്നത്. ഗ്രൂപ്പിൽ വേറെ മെസ്സേജ് ഒന്നും ഇല്ല. ഒന്ന് ലിങ്ക് അയച്ചു തന്നു, പിന്നെ ഇപ്പൊ സാർ അയച്ചു തന്നതാണ് ഇത്, ഞങ്ങൾ അസൈൻമെന്റ് അയക്കുന്നതിനെ കുറിച്ചിട്ട്. അവർ പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം ആരെങ്കിലും റോൾ പ്ലേ ചെയ്തിട്ട് വരണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും 2 പേർക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടറായിട്ട് ചെയ്യാം റോൾ പ്ലേ, അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ 2 ക്യാരക്ടറായിട്ട് റോൾ പ്ലേ പറയാം. ഓക്കെ, ചെയ്തിട്ട് വരണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ആരാ ചെയ്യുന്ന റോൾ പ്ലേ? ആരാ ചെയ്യുന്നത്? എനിക്ക് അടുത്ത ക്ലാസ്സിൽ വിളിക്കാനാണ്. ആരാ ചെയ്യുന്നത്? എല്ലാവരും ചെയ്യോ? നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. ആരാന്ന് വെച്ചാല് 2 പേരോ 3 പേരോ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മംസ് പറയാം. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം.